ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോണത് കുറേ പേരായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു റിപ്പീറ്റഡ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത് ചോദിച്ചിരിക്കുന്നത് ആൾക്കാർക്കുള്ള ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ബ്ലൗസ് പീസിൻ്റെ സ്ലീവ് എവിടെയാണ് വരുന്നത് എന്നുള്ളതാണ്. സ്ലീവിൽ വർക്ക് ചെയ്യാൻ നേരത്ത് എങ്ങനെയാണ് സ്ലീവ് വരയ്ക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോണത് സ്ലീവ് എവിടെയാണ് വരയ്ക്കേണ്ടത്. അത് പ്രത്യേകിച്ച് ഒരു മെഷർമെൻറ്റ് ഉള്ള ഒരു അളവല്ല ഞാൻ പറയുന്നത്. നമ്മൾ വെറുതെ ഇപ്പം നമുക്കൊരു കസ്റ്റമർ വരുമ്പോൾ അവരുടെ സൈസ് എത്രയാണെന്ന് നമുക്ക് അറിയത്തുണ്ടാവില്ല. നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു ഇതിലാണ് നമ്മൾ തയ്ക്കുന്നത്. ആ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പം ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. മെഷർമെൻറ്റ്സ് ഒന്നും എടുക്കണ്ട. നമുക്ക് ആവശ്യമുള്ള ചോക്ക് മാത്രം മതി. എവിടെയാണ് സ്ലീവ് വരണ്ടേന്ന് അറിഞ്ഞാലും മതി. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ അതിൻ്റെ അകത്തോട്ട് ചെയ്യുന്നില്ല. അപ്പം ഹെവി വർക്ക് ഫുൾ സ്ലീവിൻ്റെ ചുറ്റും വർക്ക് വേണമെങ്കിൽ നമുക്ക് അറിയണം എന്തോരം ഉണ്ട് അളവ് എന്നുള്ളത്. പിന്നെ ലെങ്ത്തും നമുക്ക് അറിയണം. അതിൽ കൂടുതൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഒരു സ്ലീവിൽ തയ്ക്കാൻ നേരത്ത് ആവശ്യമില്ല. അപ്പം ആ സ്ലീവിൽ എവിടെയാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് തയ്ക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് സ്ലീവ് എവിടെയാണ് ബ്ലൗസ് പീസിൻ്റെ വരണ്ടേ എന്നൊന്ന് നോക്കാം. ഇതൊരു 1 മീറ്റർ കോട്ടൺ സിൽക്കിൻ്റെ ബ്ലൗസ് പീസാണ്. അത് കൃത്യം നടുവേ മടക്കി വെച്ചിരിക്കുന്നതാണ്. കൃത്യം നടുവേ നമ്മളെടുത്ത് മടക്കി വെച്ചിരിക്കുന്നതാണ് 1 മീറ്റർ തുണി കേട്ടോ. ചിലവർക്ക് അത് 1.5 ചിലവരെടുക്കും. 3/4 വണ്ണമുള്ളവരാണെങ്കിൽ 1.5 എടുക്കുക. അത് അവർക്കാണെങ്കിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ നടുവേ മടക്കി ഇങ്ങനെ വെക്കുക. നടുവേ മടക്കി വെച്ചിട്ട് പല തരത്തിലുള്ള കട്ടിങ് ഉണ്ട്. ചിലവർ അങ്ങനെയല്ല കട്ട് ചെയ്യുന്നത്, വേറെ രീതിയിൽ കട്ട് ചെയ്യുന്നതുകൊണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞേക്കുന്നത് നടുക്കേ മടക്കി വെച്ചിട്ട് അതിൻ്റെ ഹാഫാണ്. ഇപ്പം നടുക്കേ മടക്കി വെച്ചിട്ട് വീണ്ടും നമ്മൾ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യും അല്ലേ. അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ 2 പോർഷൻസ് കിട്ടും. ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു പോർഷൻ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു പോർഷൻ. അപ്പോൾ ഇവിടെ ഒരു സ്ലീവ് വരും, ഇവിടെ ഒരു സ്ലീവ് വരും. അങ്ങനെയാണ് 2 സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ ഇതാണ് ഹാഫ്, നടുക്കേയുള്ള തുണി. ഇതിൻ്റെ ഹാഫ് അങ്ങോട്ടേക്ക് പോകുമ്പം ആ ഒരു പോർഷൻ ഞാൻ എടുത്ത് കാണിക്കുകയാണ്. ആ പോർഷനിലാണ് നമ്മൾ ഒരു സ്ലീവ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ പോർഷൻ ഇവിടെ നമ്മൾ സ്ലീവിൻ്റെ താഴത്ത് മാത്രമാണ് വർക്ക് വേണ്ടത്, പടിയിൽ മാത്രമാണ് വർക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനൊക്കെ ചെയ്യുമ്പം ബ്ലൗസ് പീസ് എന്ന് വെച്ചാൽ കോട്ടൺ സാരിയുടെയൊക്കെ ബ്ലൗസ് പീസിൻ്റെ പടിയിൽ മാത്രമാണ്, ഈ ഒരു താഴത്തെ പോർഷനിൽ മാത്രമായിരിക്കും ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വർക്ക് ചെയ്യേണ്ട പോർഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ യൂസിന് മാത്രമാണെങ്കിൽ നമ്മുടെ ഒരു ബ്ലൗസ് എടുത്തിട്ട് നമ്മുടെ ബ്ലൗസിൻ്റെ ആ സ്ലീവ് ഒന്ന് ഇവിടെ വെച്ച് നോക്കിയാൽ മതി. അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്താൽ മതി. ഇതാണ് ഒരു കൈ വെട്ടുന്ന സ്ഥലം, മറ്റേ കൈ ഞാൻ പറഞ്ഞു അപ്പുറത്തെ സ്ഥലത്തു നിന്നാണ്. അപ്പം ഈ ഒരു പടി വെക്കണമെങ്കിൽ പടി വരിക എന്ന് പറഞ്ഞാൽ ഇത് മടക്കി അടിക്കുകയൊക്കെ വേണമല്ലോ ബ്ലൗസിന്. അപ്പം ഈ ഒരു ഹാഫായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഹാഫ് എടുത്ത് ഇതൊരു സ്ലീവാണ്, ഇത്രയും വരുന്നത് ഒരു സ്ലീവാണ്. ആ സ്ലീവിൻ്റെ ഹാഫ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ് വരുന്നത്. ഇതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ് വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ കൈയിൻ്റെ നടുക്ക് ഭാഗം വരുന്നത്. അപ്പോൾ നമ്മൾ പടിയടിക്കാനായിട്ട് ഒരു ഗ്യാപ്പ് വിടുക. എന്തോരം വിടണ്ടേന്ന് വെച്ചാൽ കുറച്ചധികം വിട്ടോളൂ തയ്ക്കാനായിട്ട്. ഇത്രയും ഭാഗം ഞാൻ വിട്ടിട്ടാണ് ഇവിടെയാണ് ഡിസൈൻ ചെയ്യാൻ പോണത്. ഇപ്പം ഞാൻ റഫ്ലി വരയ്ക്കുകയാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്കെയിലൊക്കെ വെച്ചിട്ട് വരയ്ക്കുക. ഇങ്ങനെ ഒരു വരയും. ഇനി സ്ലീവ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ എങ്ങനെ സ്ലീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇത് സ്ലീവിൻ്റെ ലെങ്ത്തൊക്കെ നമ്മൾ ഒരാൾക്കാരുടെ കയ്യിലെ നീളം 13 ഇഞ്ചാണോ 14 ഇഞ്ചാണോ എത്ര ഇഞ്ചാണ് വേണ്ടതെന്നുള്ളത് ഡിപ്പെൻഡ്സ്. ഒരാൾക്കാരുടെ 3/4 സ്ലീവിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിപ്പോൾ ഞാനൊരു കുഞ്ഞ് ഷോർട്ട് സ്ലീവ് എന്ന് പറഞ്ഞാൽ ഉള്ള രീതിയിലാണ് ഞാൻ ചുമ്മാ റഫ്ലി വരച്ച് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് സ്ലീവിന് നമ്മൾ വരയ്ക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ അളവെടുത്ത് വെച്ചിട്ട് ചെയ്താൽ മതി. ഇതാണ് റഫ്ലി. ഒരു സാരിക്ക് ബ്ലൗസ് റഫ്ലി ഒന്നും നമുക്ക് ചെയ്യണമെങ്കിൽ, പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഒരു കസ്റ്റമറിന് നടുക്ക് പോർഷനിൽ മാത്രം, അല്ലെങ്കിൽ മുമ്പിൽ കാണുന്ന ആ പടിയുടെ ഭാഗം മാത്രമാണ്. ഇതാണ് മുമ്പിൽ വരുന്നത്, താഴെ വരുന്നത് ബാക്ക് സൈഡിലാണ്. അപ്പം മുമ്പിലും താഴെയും ഡിസൈൻ വേണമെങ്കിൽ ആ ഒരു രീതിയിൽ വേണം ഇത് ചെയ്ത് പോകാനായിട്ട് കേട്ടോ.
ഇതിപ്പോൾ ഞാൻ ഫ്രണ്ടിൽ മാത്രമാണ് ഡിസൈൻ ചെയ്യുന്നത്, സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇത്രയും പോർഷനാണ് വർക്ക് ചെയ്യേണ്ടത്. ഇതിൽ ഈ ഇത്രയും ഒരു പോർഷനായിരിക്കും നമ്മൾ ഫ്രണ്ടിൽ കാണത്തുള്ളൂ. സ്ലീവിൻ്റെ നമ്മുടെ കൈയിൻ്റെ ഭാഗം ഇത്രേ കാണത്തുള്ളൂ, ബാക്കി മറിഞ്ഞ് പുറകോട്ട് പോകുന്ന പോർഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഇത്ര ഒരു പോർഷനിൽ സ്ലീവിൽ വർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇത് ഞാൻ കണക്കൊന്നും എന്ന് വെച്ചാൽ ലെങ്ത്തൊന്നും നോക്കാണ്ട് വെറുതെ ഒരു വരച്ചേക്കുന്ന സ്ലീവാണ്. ഇങ്ങനെയാണ് ഞാൻ യൂഷ്വലി ചെയ്യുന്നത്. കസ്റ്റമറിൻ്റെ വണ്ണോ അങ്ങനെയുള്ളതൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ വരച്ചിട്ട് ചെയ്താൽ മതി. അത് അവർക്ക് വന്നോളും, അവർക്ക് നല്ലതായിട്ട് വന്നോളും. പടിയിൽ മാത്രം തയ്ക്കണമെന്നുണ്ടെങ്കിൽ മടക്കി അടിക്കാനുള്ള ഇത് മാറ്റിയിട്ട് വെച്ചിട്ട് ഡിസൈൻ വരച്ച് പടിയിലങ്ങ് തയ്ച്ചാൽ മതി. കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല അവർക്ക്. കസ്റ്റമേഴ്സിനാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആണെങ്കിൽ നമുക്ക് ബ്ലൗസ് തന്നെ എടുത്ത് വെച്ചിട്ട് വരച്ചിട്ട് എന്തോരമാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് വരച്ചിട്ട് അങ്ങനെ ചെയ്താലും മതി. ഇതാണ് ഞാൻ ബേസിക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് അളവൊന്നും നോക്കാണ്ട് ടേപ്പോ ഇതൊന്നും അളവൊന്നും നോക്കാണ്ട് സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ മെഷർമെൻറ്റ്സോ ഒന്നും നോക്കിയിട്ടില്ല. ബ്ലൗസിൻ്റെ 1 മീറ്റർ ബ്ലൗസ് പീസിൻ്റെ നടുവേ മടക്കിയിട്ട് ഒന്നോടെ അതിൻ്റെയും ഹാഫ് ആക്കിയിട്ട് ഇത് ഇങ്ങനെയും മടക്കിയിട്ട് അതിൻ്റെ ഹാഫ് പോർഷനിലായിരിക്കും ബ്ലൗസിൻ്റെ സ്ലീവ് വരുന്നത്, അവിടെ വർക്ക് ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇന്നിപ്പം നമ്മൾ സ്റ്റോൺസൊക്കെ വെക്കുവാണെങ്കിൽ ഈ പടിയിൽ സിമ്പിളായിട്ട് ഒരു കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം സ്റ്റോൺസ് വെക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എന്നാലാണ് അവർക്ക് തയ്ക്കാനൊരു ഗ്യാപ്പ് വിടണം. നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഒരു പൊടി മേളിൽ വേണം തയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് മടക്കി അടിക്കാനുള്ള സ്ഥലം കിട്ടത്തില്ല. അതൊക്കെയൊന്ന് നോക്കുക. അപ്പം ഇങ്ങനെയാണ് ബ്ലൗസ് പീസിൽ വരയ്ക്കേണ്ട സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. എനിക്ക് അതിൻ്റെ ടെക്നിക്കൽ മെഷർമെൻറ്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സിമ്പിളായിട്ട് ഒരു ബ്ലൗസ് പീസ് കിട്ടിയാൽ കസ്റ്റമറിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്കൊരു സ്റ്റോൺസും ബീഡ്സൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഒരു ബ്ലൗസ് ഡിസൈൻ ചെയ്തെടുക്കാം എന്ന് നോക്കാം. ഇപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ വെഡ്ഡിങ്ങിനൊക്കെ എല്ലാവരും ബ്ലൗസിൽ സ്ലീവ്സിലൊക്കെ നിറച്ചും സ്റ്റോൺസും കുന്തൻസൊക്കെ വെച്ചിട്ടുള്ള ഹെവി വർക്കാണ് കാണുന്നത്. അങ്ങനെ അത്ര ഹെവി അല്ല, നമുക്ക് ഹെവി ആക്കണമെങ്കിൽ ഹെവി ആക്കാം. ഇതിപ്പോൾ സ്റ്റോൺസും ബീഡ്സും മാത്രം യൂസ് ചെയ്ത് ത്രെഡ്സ് ഇല്ലാണ്ട് സ്റ്റോൺസും ബീഡ്സും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഞാൻ സ്റ്റോൺ ചെയിനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ബീഡ് ചെയിനാണ്. ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. ഇത് ഞാൻ വാഷ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഇതുവരെ അതിൻ്റെ കളർ പോയിട്ടില്ല. ഞാനൊരു ഡ്രസ്സിൽ ചെയ്തിട്ട് വാഷൊക്കെ ചെയ്തിട്ടുണ്ട്, പോയിട്ടില്ല. പിന്നെ ഉള്ളത് നമ്മുടെ സ്റ്റോണിൻ്റെ ചെയിൻ ഇതുവരെ നമുക്ക് കിട്ടും. ഇതുവരെ റോളായിട്ട് ഇതും ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. പക്ഷേ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ വാഷ് ചെയ്ത കളർ പോവോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം പറയാൻ അറിയത്തില്ല. പക്ഷേ ബീഡ്സ് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളറ് എന്നാലും ഞാൻ 1-2 വാഷാണ് ചെയ്തിട്ടുള്ളൂ. ഞാൻ 2-3 വാഷ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ അതിൻ്റെ കളർ പോയിട്ടില്ല, അതെനിക്ക് ഉറപ്പ് തരാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ രണ്ടും ആമസോണിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഈ ഡിസൈൻ ചെയ്യാനായിട്ട് ഫാബ്രിക് ഗ്ലൂ ആണ്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇതെടുത്ത് വയ്ക്കുക. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഗ്ലൂ വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ സെയിം കളർ വെച്ചിട്ട് നമ്മുടെ ആങ്കർ ത്രെഡോ അല്ലെങ്കിൽ സിൽക്ക് ത്രെഡോ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് എന്ന് വെച്ചാൽ ആ സെയിം കളർ ത്രെഡ് വെച്ചിട്ട് ഒന്ന് തയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഒത്തിരി നമ്മൾ എടുക്കേണ്ട, ഈ ലൈനിൽ കൂടെ തന്നെ നമുക്കൊന്ന് വരച്ചാൽ മതി ഫാബ്രിക് ഗ്ലൂ. ഞാൻ ഓൾറെഡി ഇതെല്ലാം സ്റ്റോൺ ചെയിനൊക്കെ ബീഡ് ചെയിനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ലെങ്ത്തിനനുസരിച്ച്. അപ്പം അതനുസരിച്ച് കട്ട് ചെയ്ത് നിങ്ങൾ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒട്ടിച്ചാൽ മതി. അത് സ്ട്രെയിറ്റ് തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കുക, വളവൊന്നും വരാതെ സ്ട്രെയിറ്റായിട്ട് തന്നെ വെക്കുക.
ഇത് നമ്മൾ ഒട്ടിക്കുമ്പോൾ അടിയിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ ഫ്രെയിം ഇട്ടിട്ട് ഇത് ഒട്ടിക്കുക. അല്ലെങ്കിൽ താഴെ എന്തെങ്കിലും പേപ്പറാണ് വെക്കണമെങ്കിൽ പേപ്പർ ഇതിൻ്റെ അകത്ത് തുണിയിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ആ ഒരു പണിക്ക് പോകരുത്. പേപ്പർ ഒരിക്കലും ഇടരുത്, വേറെ തുണിയും ഇടരുത്, അതുമായിട്ട് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഒന്നെങ്കിൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇടുക, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫ്രെയിം, ഇതിന് വലിയ ഫ്രെയിം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചെയ്യുവാണെങ്കിൽ നിലത്ത് ടച്ച് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ എവിടെ ഒട്ടത്തില്ല. ആ ഒരു രീതിയിൽ ചെയ്യുക. വീണ്ടും ഞാനിവിടെ രണ്ട് ലെയർ ഇതുവരെ ബീഡ് ചെയിനാണ് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റോൺ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ലെയർ ഇതുപോലെ തന്നെ നമുക്ക് ചെയിൻ വെക്കാം, ബീഡ് ചെയിൻ വെക്കാം. ഒരു ലെയറും കൂടെ നമുക്കിതുപോലെ കൊടുക്കാം. ഇതിപ്പം ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ അടുപ്പിച്ച് കുറച്ചധികം തന്നെ കട്ടിയിൽ ഇതുപോലെ അങ്ങ് വെച്ചാൽ മതി. ഇതുപോലെ അങ്ങ് കുറച്ചധികം അങ്ങ് ഗം തേച്ചോളൂ. അപ്പോൾ ഓരോ ലെയറിനും വേണ്ടിയിട്ട് നമുക്ക് ഗം തേക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ 3 ലെയർ വരച്ചിട്ടുണ്ട്. ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ട് നമുക്ക് വെക്കാം. അത് കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു ലെയറും കൂടെ നമ്മൾ ബീഡ് ചെയിനാണ് വെക്കുന്നത് കേട്ടോ. ഒരു ലെയറും കൂടെ നമ്മൾ ചെയിൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റോൺ ചെയിനാണ് വെക്കാൻ പോകുന്നത്. സ്റ്റോൺ ചെയിൻ ഇങ്ങനെ മറിഞ്ഞു പോകും, സ്റ്റോൺസ്. അപ്പോൾ അതിങ്ങനെ മറിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി 2 സൈഡിലും ഒന്ന് നല്ലോണം പിടിച്ചിട്ടൊക്കെ വേണം, സൂക്ഷിച്ച് വേണം വെക്കാനായിട്ട്. അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ സ്റ്റോൺസിൽ ഗം പറ്റും. ഇതിപ്പം മറിഞ്ഞു പോകണുണ്ടോ? അപ്പോൾ അത് സൂക്ഷിച്ച് വേണം വെക്കാനായിട്ട്. നമ്മൾ ഒരു ലെയറും കൂടെ സ്റ്റോൺ ചെയിനാണ് വെക്കുന്നത്. അപ്പം ഗം ഇത് മതി. അതിൻ്റെ മേളിൽ വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഒരു ലെയറും കൂടെ സ്റ്റോൺ ചെയിൻ വെക്കുക. ഇനി വീണ്ടും 2 ലെയർ നമ്മൾ ബീഡ് ചെയിൻ വെക്കും. അങ്ങനെ 2 ലെയർ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. 2 ലെയർ ബീഡ് വെച്ചു, 2 ലെയർ നമ്മൾ സ്റ്റോൺ വെച്ചു. ഇനി 2 ലെയർ നമ്മൾ വീണ്ടും ചെയിൻ വെക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം നമ്മുടെ സാരിയുടെ ബ്ലൗസുകളൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ സിമ്പിളായിട്ട് കുഞ്ഞു സ്റ്റോൺസാണ് വെച്ചിരിക്കുന്നത്, സ്കാറ്റർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിന് ചുറ്റും വേണമെങ്കിൽ നമുക്ക് ത്രെഡ് വർക്ക്, ഒരു ബൂളിയൻ നോട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരു ബൂളിയൻ നോട്ടല്ല ഫ്രഞ്ച് നോട്ടൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് മാറ്റാൻ പറ്റും. ഇത് സിമ്പിളായിട്ട് സ്റ്റോൺ ചെയിനും അതുപോലെ തന്നെ ബീഡ് ചെയിനും കൂടെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയ്ഡറി ആയിട്ടുള്ള ബ്ലൗസാണ്. അപ്പോൾ ഇത് സ്ലീവ്സിൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ ചെയിന് നമുക്ക് നെക്ക് പോർഷനിലും കൊടുക്കാവുന്നതാണ്. ബാക്ക് നെക്കിലൊക്കെ ഇങ്ങനെ പൈപ്പിംഗ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സ്ലീവിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ 2-3 വെറൈറ്റീസ് ഓഫ് ബ്ലൗസ് പീസസ് എംബ്രോയ്ഡറി ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഫുള്ളും ചെയിൻ എന്ന് വെച്ചാൽ ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഗ്ലൂ ഉണങ്ങി കഴിയുമ്പം നമുക്കൊന്ന് ഉടക്കി വെക്കാം. ഈ സെയിം കളർ ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് വേണം ഉടക്കി കൊടുക്കാനായിട്ട്. അത് ഉടക്കിയില്ല എന്ന് വെച്ച് ഗ്ലൂ വെച്ച് ഒട്ടിച്ചെന്ന് വെച്ച് ഇത് ഊരിപ്പോരത്തില്ല. ഇത് തിക്കായിട്ടിരിക്കുന്ന കാരണം പൊട്ടിപ്പോരുന്ന ഇതല്ല, മെറ്റലാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ പോയേക്കുന്നത്. ഈ ഓരോ ചെയിൻ്റെ ഇടയിൽ കൂടെ ത്രെഡല്ല പോയേക്കുന്നത്, മെറ്റൽ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിപ്പോരത്തില്ല. ഒരെണ്ണം വിട്ടുപോയാൽ മുഴുവനും വിട്ടുപോരും എന്നുള്ള പേടി വേണ്ട, അതങ്ങനെ ഊരിപ്പോരത്തില്ല. അപ്പം ഇനി ബാക്കിയുള്ള ബ്ലൗസസിൻ്റെയൊക്കെ ഒന്ന് ഡിസൈനിങ് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ അടുത്ത ബ്ലൗസ് പീസ് ഇത് വൈറ്റ് കോട്ടൺ സിൽക്ക് ബ്ലൗസ് പീസാണ്. അതിൻ്റെ അകത്ത് സ്ലീവിൽ ഇപ്പോൾ നമ്മൾ കണ്ട സ്ലീവ് പോലെ തന്നെ സ്ലീവിൻ്റെ അവിടെ ആ പോർഷനിൽ മാത്രം ഇതുപോലെ മിറർ വർക്കും അതുപോലെ കച്ച് വർക്കുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ കൈൻ്റെ ഫുൾ ലെങ്ത്ത് ഒരു 3/4 സ്ലീവ് വയ്ക്കുന്ന ആൾക്കാർക്ക്, ഷോർട്ട് സ്ലീവ് അല്ല 3/4 സ്ലീവ് വയ്ക്കുന്ന ആൾക്കാർക്ക് പറ്റിയ രീതിയിലാണ് ഈ ഒരു എംബ്രോയ്ഡറി വന്നിരിക്കുന്നത്. 2 സ്ലീവിൽ മാത്രമേ ഉള്ളൂ വർക്ക്. ഇനി നമ്മുടെ അടുത്ത ബ്ലൗസ് പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ലീവിലും അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലും വർക്ക് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതും കോട്ടൺ സിൽക്ക് ബ്ലൗസ് പീസാണ്.
ഇതാണ് അതിൻ്റെ സ്ലീവിൽ വരുന്ന വർക്ക്. സ്ലീവിൽ ആകെ ഒരു ഡിസൈനിങ് ഇങ്ങനെ സെൻറ്ററിൽ വന്നിരിക്കുവാണ് ഇതുവരെ. ഇത് ഫ്രണ്ട് പോർഷനിൽ വരുന്ന നെക്കിൻ്റെ അവിടെ വരുന്ന വർക്കാണ്. ഇത് ഫ്രണ്ടിൽ നമ്മൾ ഉടുക്കുന്ന ഭാഗം വെച്ചാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് നമ്മുടെ സാരി പോകുന്നത്. റൈറ്റ് സൈഡിൽ വരുന്ന വർക്കാണ്, കഴുത്തിൻ്റെ അവിടെ വരുന്ന വർക്കാണ്. പിന്നെ കഴുത്തിൻ്റെ ബാക്കിലാണ്. കഴുത്തിൻ്റെ ബാക്കിൽ ഇതുപോലെയാണ് വർക്ക് വരുന്നത്. ഇവിടെ ഈ സൈഡിൽ 3 ഡിസൈൻ. ഇത് ബാക്ക് സൈഡ് എന്ന് വെച്ചാൽ ഒത്തിരി ഇറങ്ങിയ കഴുത്തല്ല തയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇച്ചിരി കയറിയ ബോർഡ് നെക്ക് പോലത്തെ കഴുത്താണെങ്കിൽ കഴുത്തിൻ്റെ എന്ന് വെച്ചാൽ ഇവിടെ ഇതിലെ കൂടെ സാരി പോകും. അപ്പോൾ ആ സൈഡിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. ഇതിലത്തെ ഒരു സൈഡ് ഹാഫ് പോർഷനാണ്. അപ്പോൾ സെൻറ്ററിൽ ഇതുപോലെ 2 ഫ്ലവേഴ്സാണ് വരുന്നത്. ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ മേളിലോട്ട് 3 ഉണ്ട്. 1 2 3 അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ബ്ലൗസ്. ഇതും കോട്ടൺ സിൽക്ക് റെഡാണ്, വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ്. ഇവിടെ ഡേസിയുടെ ഉള്ളിൽ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ചും ബൂളിയൻ നോട്ടും ഫ്രഞ്ച് നോട്ടും പിന്നെ സാറ്റിൻ സ്റ്റിച്ചും, അങ്ങനെയാണ് ഈ ഫ്ലവേഴ്സ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതാണ് ഒരു ബ്ലൗസ് പീസ്. പിന്നെയുള്ള ബ്ലൗസ് പീസ് നമ്മുടെ സ്ലീവിൽ നിറച്ചും സ്റ്റോൺസും ത്രെഡ് വർക്കും അതുപോലെ തന്നെ സ്റ്റോൺസും വെച്ചിട്ടുള്ള ഒരു ബ്ലാക്ക് ബ്ലൗസ് പീസാണ്. ഇതാണ് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ്. ഇതിൻ്റെ അകത്ത് ചെയിൻ സ്റ്റിച്ചാണ് ഇതിൻ്റെ അകത്ത് സ്ലീവ്സിലെല്ലാം തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിൽ ഫുൾ സ്ലീവും ഹെവി വർക്കായിട്ട് ഇങ്ങനെ പോയിരിക്കുകയാണ് സ്ലീവ് ഫുള്ള്. എന്നിട്ട് ഒരു ലെയർ സ്റ്റോൺസ് വെച്ചിട്ടുണ്ടെങ്കിൽ, കുന്തൻസ് ഒടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ലെയർ വിട്ടിട്ട് അടുത്ത ലെയറിൽ കുന്തൻസ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ബ്ലൗസ് പീസ് പോയേക്കുന്നത്. കോട്ടൺ സിൽക്ക്, ഇതെല്ലാം കോട്ടൺ സിൽക്കിൻ്റെ ബ്ലൗസ് പീസസാണ് വിത്ത് എംബ്രോയ്ഡറി ആണ്. അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇത് റെഡി ഫോർ സെയിലാണ്. അപ്പോൾ ഇന്നത്തെ ബ്ലൗസ് പീസ് ഡിസൈനിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.